ഹായ് ഗൈസ്, മിക്കവർക്കും 3 ലെയറിൻ്റെ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോഴുണ്ടല്ല, അതായത് ഒറ്റ ക്രോസിൻ്റെ 3 ലെയർ ഫ്രോക്ക് തയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡൊന്നും കൂട്ടാൻ അറിയില്ല. അതായത് ഉൾവശത്തെ തുണികൾ ആ 3 ലെയറും ഒരേപോലെ തന്നെ അങ്ങോട്ട് കൂട്ടി വെക്കും. അപ്പം നമ്മൾ ആദ്യം സൈഡ് വശം 1 ഇഞ്ചിൽ വേസ്റ്റ് വരെയും കൂട്ടണം. എന്നിട്ട് ആദ്യത്തെ ലൈനിങ് പീസ് മാറ്റണം. രണ്ടാമത് ഒരു തുണിയും കൂടി ഉണ്ടാവില്ല, അതും മാറ്റണം. അപ്പം മൂന്നാമത് വന്നിരിക്കുന്ന തുണി ഉണ്ടല്ലോ, ആ മൂന്നാമത്തെ തുണിയും ബാക്കിലത്തെ പീസിൻ്റെ മൂന്നാമത്തെ തുണിയും കൂടി ഒരുമിച്ച് എടുത്തിട്ട് 2 പീസുകളും ഒരുമിച്ച് താഴത്തേക്ക് വലിച്ചിങ്ങനെ പിടിക്കണം. വലിച്ച് പിടിക്കുന്ന സമയത്ത് നമ്മൾ വേസ്റ്റ് വരെ തയ്ച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ആ തയ്യൽ കാണാൻ പറ്റും. ആ തയ്യലിൽ നിന്നും വേണം നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ 1 ഇഞ്ചിൽ നിന്ന് തുടങ്ങിയ തയ്യൽ 1/2 ഇഞ്ചിലേക്ക് വരാനായിട്ട്. അതേപോലെ തന്നെ സൈഡ് ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ വരും ഇങ്ങനെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലെ വേണം ചരിച്ച് വെട്ടിക്കൊടുക്കാനായിട്ട്. കംപ്ലീറ്റ് നമ്മൾ ആ 1 ഇഞ്ചിൽ തന്നെ വെട്ടിക്കൊടുക്കരുത്. ഇതേപോലെ സൈഡിൽ വന്ന പീസ് മാത്രം ചരിച്ച ആ ബാക്കി നിൽക്കുന്ന പീസും കൂടി വെട്ടിക്കളയണം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ലെയർ 3 പീസിൻ്റെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞ് രണ്ടാമത്തെ പീസിൽ ഈ 3 ലെയർ വന്നേക്കണ ഒരു പീസ് നമ്മൾ കൂട്ടിയല്ല, അതിനെ നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് രണ്ടാമത്തെ പീസ് ഇതേപോലെ എടുത്തിട്ട് സൈഡിൽ നിന്ന് വേണം 4 ഇഞ്ചിൽ വേണം തയ്യൽ തുടങ്ങാനായിട്ട്. പിന്നുള്ള തയ്യൽ തുമ്പൊന്നും കാണില്ല. അപ്പോൾ 4 ഇഞ്ചിൽ തയ്യൽ തുടങ്ങിയിട്ട് 1/2 ഇഞ്ചിലേക്ക് കയറണം. അങ്ങനെ വേണം അത് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെയാണ് ലൈനിങ് പീസും ചെയ്തെടുക്കുന്നത്. ആകെ മുകൾ ഭാഗത്ത് നിൽക്കണ പീസ് മാത്രമേ നമ്മൾ പെർഫെക്ഷനായിട്ട് തയ്ച്ചെടുക്കുകയുള്ളൂ. ബാക്കിയുള്ള പീസൊക്കെ സൈഡിലേക്ക് ആണ് തയ്ച്ച് കൊടുക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.